നിങ്ങൾ അനിമേഷൻ സിനിമകൾ കണ്ടിട്ടുണ്ടാകും. ഫീച്ചർ ഫിലിമുകളിൽ അനിമേഷൻ ഉപയോഗിച്ചതും കണ്ടിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾക്കറിയാമോ, അനിമേഷൻ എന്ന ആശയം പരിണമിച്ചാണ് സിനിമ ഉണ്ടായത്. അതെ, സിനിമയ്ക്ക് വളരെ മുമ്പ് തന്നെ അനിമേഷൻ നിലനിന്നിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പും ആളുകൾ ഏതെങ്കിലും തരത്തിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തിയിരുന്നു. അത് നാടോടി കഥകളുടെ രൂപത്തിലും ചിത്രരചനയിലും ഒക്കെയായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ജീവനില്ലാത്ത കലയ്ക്ക് ജീവൻ നൽകിയാലോ? നിശ്ചല വസ്തുക്കളെ ചലിപ്പിക്കുക എന്നതാണല്ലോ അനിമേഷൻ. അങ്ങനെ സിനിമയുടെ കണ്ടുപിടുത്തത്തിന് അരനൂറ്റാണ്ട് മുമ്പ് അനിമേഷൻ പിറവിയെടുത്തു. അനിമേഷൻ വിദ്യകളെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു കൺകെട്ട് പോലെ ഒരു ചിത്രത്തെ ചലിപ്പിച്ച കണ്ടുപിടുത്തമാണ് സൂട്രോപ്പ്. ഇതായിരുന്നു ആദ്യത്തെ വാണിജ്യപരമായി വിജയിച്ച അനിമേഷൻ ഉപകരണങ്ങളിൽ ഒന്ന്. ഒരു ഡ്രമ്മിനുള്ളിൽ ഒരേപോലുള്ള ചിത്രങ്ങൾ വെച്ച് അത് കറക്കിയാൽ മനുഷ്യൻ്റെ കണ്ണ് അവയെ തുടർച്ചയായ ചലനമായി കാണും. ഈ ഉപകരണം നമ്മുടെ കാഴ്ചയുടെ സ്ഥിരതയെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്നു. പല സയൻസ് മ്യൂസിയങ്ങളിലും ഇവ ഇപ്പോഴും കാണാൻ സാധിക്കും. സൂട്രോപ്പിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം സ്പ്രോക്കറ്റ് ഡ്രൈവൻ ഫിലിം കണ്ടുപിടുത്തം അനിമേഷനിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമായി. അങ്ങനെ 1906 ഫിലിം അധിഷ്ഠിത അനിമേറ്ററായിരുന്ന സ്റ്റുവർട്ട് ബ്ലാക്ക്ടൺ ന്യൂയോർക്കിലെ മുൻനിര വിറ്റോഗ്രാഫ് കമ്പനിക്ക് വേണ്ടി വിജയകരമായ ഒരു അനിമേറ്റഡ് പരമ്പര തന്നെ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ദ 100 ഹോട്ടൽ. ഇവിടെ ഉപയോഗിച്ച ടെക്നിക് വസ്തുക്കളുടെ ഫോട്ടോയെടുത്ത് പിന്നീട് സ്ഥാനം മാറ്റി വീണ്ടും ഫോട്ടോയെടുക്കുന്ന സ്റ്റോപ്പ് മോഷൻ ടെക്നിക്കാണ്. അനിമേഷനിൽ ആദ്യമായി ഒരു കഥാപാത്രം രൂപമെടുക്കുന്നത് 1914 ദ ഗേർട്ടി ദിനോസർ എന്ന അനിമേഷനിലാണ്. എന്നാൽ നമുക്ക് അനിമേഷൻ കഥാപാത്രം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മിക്കി മൗസിനെയാകും. മിക്കി മൗസ് എന്ന എലിയെ കേന്ദ്ര കഥാപാത്രമാക്കി സ്റ്റീം ബോട്ട് വില്ലി എന്ന ചിത്രം ഇറങ്ങിയത് 1928 മിക്കി മൗസിൻ്റെ സൃഷ്ടി ഉണ്ടാകുന്നത് ഒരു തർക്കത്തിന് ശേഷമാണ്. അതെ, വിതരണക്കാരനുമായുണ്ടായ തർക്കത്തെ തുടർന്ന് ഫെലിക്സ് എന്ന പഴയ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ അവകാശം നഷ്ടപ്പെട്ടപ്പോൾ ഡിസ്നി മറ്റൊരു കഥാപാത്രമായ ഓസ്വാൾഡിൻ്റെ ചെവികളിൽ ചെറിയ മാറ്റം വരുത്തി മിക്കി മൗസിനെ ഉണ്ടാക്കിയെടുത്തു. അതുവരെ ഉണ്ടായിരുന്ന അനിമേഷൻ മേഖലയെ തകിടം മറിക്കുന്ന ഒരു കാര്യവും സ്റ്റീം ബോട്ട് വില്ലിയെ വ്യത്യസ്തമാക്കിയിരുന്നു. അനിമേഷനിൽ കാണാത്ത ഘടകമായ ശബ്ദം ചേർത്തു. മിക്കി മൗസ് അങ്ങനെ ജനഹൃദയങ്ങളിൽ ഇടം നേടി. പിന്നീട് ഡിസ്നി ഒരുപാട് വളർന്നു. അക്കാലത്ത് ഒരുപാട് അനിമേഷൻ കലാകാരന്മാർ മുൻപന്തിയിലുണ്ടായിരുന്നു. അവരിൽ പ്രധാനികളാണ് ഫ്ലീഷ്യസ് സഹോദരന്മാർ. ലൈവ് ആക്ഷൻ ഫൂട്ടേജുകൾ ഫ്രെയിം ബൈ ഫ്രെയിം ട്രേസ് ചെയ്ത് അനിമേറ്റഡ് സീക്വൻസുകൾ സൃഷ്ടിക്കുന്ന റോട്ടോസ്കോപ്പിംഗ് വിദ്യയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. മനുഷ്യരെയും വരച്ച രൂപങ്ങളെയും ഒരുപോലെ സമന്വയിപ്പിച്ച വീഡിയോ 1919 ഔട്ട് ഓഫ് ദി ഇങ്ക് വെൽ എന്ന പേരിൽ അവർ പുറത്തിറക്കി. യൂറോപ്പിലെ അനിമേഷൻ ഇതിനിടയിൽ ഒരു ശ്രദ്ധേയമായ ദിശ സ്വീകരിച്ചു. അനിമേറ്റഡ് ലൈൻ ഡ്രോയിങ്ങുകൾ ഒഴിവാക്കി ചില ചലച്ചിത്ര നിർമ്മാതാക്കൾ വ്യാപകമായി വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചു. അമേച്ചർ കീടശാസ്ത്രജ്ഞനായ വ്ളാഡിസ്ലാവ് സ്റ്റാരോവിച്ച് പ്രാണികളെയും പാവകളെയും ഉപയോഗിച്ച് സ്റ്റോപ്പ് മോഷൻ അനിമേഷൻ സൃഷ്ടിച്ചു. ആ ചിത്രങ്ങളാണ് 1912 ഇറങ്ങിയ ദ ക്യാമറമാൻസ് റിവെഞ്ച് എന്ന ചിത്രം. ചത്തുപോയ വണ്ടുകൾ, പുൽച്ചാടികൾ, ഡ്രാഗൺ ഫ്ലൈ എന്നിവയെ കഥാപാത്രമാക്കിയ ഈ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ആദ്യകാല അനിമേഷൻ സിനിമകളെയാണ് നാം കണ്ടത്. ഇന്നത്തെ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ലെന്ന് തോന്നാം. എന്നാൽ ഇതായിരുന്നു തുടക്കം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.